ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഫാസ്റ്റ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചോറെന്ന് വെച്ചാൽ ഇതിനെ മഞ്ഞച്ചോറെന്ന് പറയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമുക്ക് കുറച്ച് തേങ്ങക്കൂട്ട് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 1 ഗ്ലാസ് അരിൻ്റെ അളവാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നുള്ളത്. കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത്രയും ചേർത്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ച് മാറ്റി വെക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് അടുപ്പത്ത് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഏത് പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ പാത്രം വെച്ച് കൊടുക്കാം. അത് നല്ലപോലെ ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂണ് നെയ്യും 1 ടേബിൾ സ്പൂണോളം എണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് എണ്ണ ചൂടായി വരട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കറുവപ്പട്ട, ജീരകം, അതായത് നല്ല ജീരകം 1/4 ടീസ്പൂണ്, ഗ്രാമ്പു ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജീരകം നല്ലപോലെ പൊട്ടുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റാം. ഇപ്പം നമ്മുടെ ജീരകമൊക്കെ നല്ല രീതിയിൽ പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു മീഡിയം സൈസിലുള്ള 1 ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. നല്ല പോലെ വഴറ്റാം. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഈ മഞ്ഞച്ചോറിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു കറിയുടെയും ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ മീഡിയം സൈസിലുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇതുപോലെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി നല്ല വെന്ത് ഉടഞ്ഞ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും കൂടി അരച്ച കൂട്ട്, അതായത് ഈ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും അരച്ചത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ചേർക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പം മൊത്തത്തിൽ 2 ഗ്ലാസ്സായി. 1 ഗ്ലാസ് തേങ്ങ അരച്ചതും 1 ഗ്ലാസ് വെള്ളവും ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി ഇത് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ റേഷൻ അരി, ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റേഷൻ അരിയാണ്. റേഷൻ അരി നമ്മൾ നേരത്തെ ഇതിൽ വെള്ളം ചേർത്ത അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരി എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഗ്ലാസ്സിലായിരുന്നു ഞാൻ മൊത്തം എല്ലാ മെഷർമെൻറ്റും അളന്നെടുത്തത്. അതായത് തേങ്ങ, വെള്ളം, അതുപോലെ തന്നെ നമ്മുടെ റേഷൻ അരി ഒരേ ഗ്ലാസ് അളവിലായിരുന്നു എടുത്തിരുന്നത്. അപ്പം നമ്മുടെ ചോറ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം, അപ്പോൾ അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോകും. അപ്പം ഞാൻ ഈ സമയത്ത് ഇതിൻ്റെ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വെള്ളം ഇത്രയും വറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായിരുന്നില്ല.
ഇട്ട് കൊടുത്ത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം വീണ്ടും വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ നമ്മുടെ മഞ്ഞച്ചോറ് ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടില്ല, നല്ല രീതിയിൽ പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.